ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അട റെഡിയാക്കിയാലോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. റെഡിയാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ അട റെഡിയാക്കി എടുക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ ഈ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം നമുക്ക് ആവി കയറ്റിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കും ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഇത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ പുഴുങ്ങിയെടുക്കുമ്പോൾ, കാരണം നമുക്കിത് അട പോലെ പരത്താനുള്ളതല്ലേ. അപ്പോൾ വെള്ളം കുറവിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി ഈ പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വറന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാൻ 4 കോഴിമുട്ടയാണ് കേട്ടോ ഇതിൽ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ആവശ്യം ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇനി മുട്ട ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുത്ത് ഇത് ചിക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മുട്ടുപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിൽ ഇത് ചിക്കി എടുക്കണം. നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നില്ലേ, അതെന്തായി നോക്കാം. ആ പഴമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ഉടച്ചെടുക്കാം. പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഇത് ഉടച്ചെടുക്കണം കേട്ടോ. നമുക്കിത് പരത്താനുള്ളതല്ലേ, അപ്പോൾ പരത്തി മടക്കുമ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് പെർഫെക്റ്റായി കിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായി ഉടച്ചെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് കവറിന് പകരം വാഴയില വെച്ചാലും മതി. ഇനി ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ ഉടച്ചെടുത്തത്, അത് ചെറിയ ബോളാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണ്. കയ്യിൽ കൂടെ ഒന്ന് എണ്ണ തൊട്ടിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായി പരന്ന് കിട്ടും. കണ്ടില്ലേ, നല്ല പോലെ പരത്തിയ ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. സെൻറ്ററിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഈ കവറ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വക്ക് കണ്ടില്ലേ, അതൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഷേപ്പ് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഒരു അടയുടെ ഷേപ്പായി വന്നല്ലേ, അതുകൊണ്ടാണല്ലോ ഇതിന് കായട എന്ന് പേര് വന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള അടയൊക്കെ റെഡിയാക്കി എടുക്കണം. ഇനി ഒരു ചട്ടി വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അട അതിലിട്ടിട്ട് വറുത്ത് കോരുകയാണ്. ഒരു സൈഡ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ബ്രൗൺ കളറായി വന്നാൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. പഴമൊക്കെ നമ്മുടെ വെന്തതാണല്ലോ, അതുകൊണ്ട് ഒരുപാട് എണ്ണയിലിട്ടിട്ട് വേവിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൽ നമ്മൾ പഴം വാട്ടിയെടുക്കില്ലേ, അതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മുഴുവൻ അടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ വളരെ സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാനും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.